ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടുള്ള നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 കാലയളവിലാണ്. നമുക്കൊരൊറ്റ വാക്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭം നടന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്നാമതായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കാൻ വേണ്ടി നടന്ന പ്രക്ഷോഭം എന്ന് പറയാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഭരണ പരിഷ്കരണം വേണമെന്ന് പറഞ്ഞ് നടത്തിയ പ്രക്ഷോഭം എന്ന് പറയാം. അവസാനമായിട്ട് സാമുദായിക സംവരണം ലഭിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ പ്രക്ഷോഭം എന്ന് നമുക്ക് നിവർത്തന പ്രക്ഷോഭത്തെ പറയാം. ഇനി നമുക്ക് ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് വെക്കുന്നതിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു പ്രക്ഷോഭം മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നേടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പം ഈ ഒരു നിവർത്തന പ്രക്ഷോഭം വഴി എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഈ തിരുവിതാംകൂറിലെ നിയമസഭയിലും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളായ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം ഇവർക്കൊന്നും സംവരണമില്ലാന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവർക്ക് എന്താണ് ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഈ വിഭാഗങ്ങൾക്ക് എന്ത് വേണം, തിരുവിതാംകൂർ നിയമസഭയിലും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിലും സംവരണം വേണമെന്ന് പറയാണ് ഒന്നാമതായിട്ട് ഈ ഒരു പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അടുത്തതായിട്ട് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം സാധ്യമാവണമെന്നാണ്. ഇതുവരെ എന്താണ് അവിടെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ 1932 വരെ നോക്കുകയാണെങ്കിൽ അവിടെ തിരുവിതാംകൂർ പൗരന് വോട്ട് രേഖപ്പെടുത്താൻ പറ്റിയ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭൂസ്വത്തിൽ മേൽ ഒരു നിശ്ചിത തുക പ്രതിവർഷം കരമടച്ചിരിക്കണം. ഒരു നിശ്ചിത തുക എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നുമല്ല, അത്യാവശ്യം ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറം തുക ഭൂസ്വത്തിന്മേൽ നികുതി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്ത് പറ്റുന്നത്, ഈ ഒരു തിരുവിതാംകൂർ പൗരരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ പറ്റുന്നത്. അതായത് കാരം തീരുവ അനുസരിച്ചിട്ടുള്ള വോട്ടെടുപ്പ് രീതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് മാറ്റിയിട്ട് എന്ത് വേണം, പ്രായപൂർത്തി വോട്ടവകാശം സാധ്യമാക്കണം. ഈ 2 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും നിവർത്തന പ്രക്ഷോഭത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പം ഈ ഒരു ആവശ്യങ്ങൾ എങ്ങനെയാണ് തിരുവിതാംകൂർ ഗവൺമെൻറ് റിയാക്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തിലെ ആവശ്യങ്ങൾ എന്താണ്, പൂർണ്ണമായിട്ട് നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തങ്ങൾ ഇതൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് നിരാകരിക്കുകയാണ് നമുക്ക് തിരുവിതാംകൂർ ഗവൺമെൻറ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ ഈ പ്രക്ഷോഭം അടിച്ചമർത്തണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്താണ്, ഒരു പുതിയ ഭരണഘടനാ പരിഷ്കാരം നടപ്പിലാക്കുക കൂടി ചെയ്യുന്നുണ്ട്. ആ ഒരു ഭരണ പരിഷ്കാരത്തെ നമ്മൾ ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട് എന്നാണ് അറിയപ്പെടുന്നത്. 1932 ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട്. എന്തുകൊണ്ടാണ് ഈ ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട് കൊണ്ട് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിവർത്തന പ്രക്ഷോഭം അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. നിവർത്തന പ്രക്ഷോഭത്തിലൂടെ എന്താണ്, കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. നമ്മൾ ആ ആവശ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലേ, വോട്ടവകാശത്തിലൂടെ എന്ത് വോട്ടവകാശം, പ്രായപൂർത്തി വോട്ടവകാശം വേണം. അതുപോലെ തന്നെ ഈ ഒരു ജനസംഖ്യ ആനുപാതികമായിട്ട് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഈ ഒരു സമുദായത്തിലുള്ളവർക്ക് സംവരണം വേണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ ഗവൺമെൻറ് എന്താണ്, അത് നിരാകരിക്കുകയും അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്താണ്, പുതിയൊരു ആക്ട് കൊണ്ടുവരികയും ചെയ്യാണ്. ആ ഒരു ആക്റ്റാണ് ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട് 1932. ഈ ഒരു ആക്ട് കൊണ്ടുവരുന്ന സമയത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലയളവ് 1931 മുതൽ 1949 വരെയാണ്. 49 എന്താണ്, തിരുക്കൊച്ചി സംയോജന സമയത്തല്ലേ, അതുവരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലയളവ്. ഇനി നമ്മളെ ഈ ഒരു ആക്ട് കൊണ്ടുവരാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർ CP രാമസ്വാമി അയ്യരാണ്. സർ CP രാമസ്വാമി അയ്യരുടെ കാലഘട്ടം 1931 മുതൽ 1936 വരെയാണ്. എന്ത് കാലയളവ്, മുഖ്യ ഉപദേഷ്ടാവ് എന്നുള്ള പോസ്റ്റ്. 1936 ശേഷം അദ്ദേഹം എന്ത് ചെയ്യാണ്, 47 വരെ അദ്ദേഹം ദിവാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഈ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള ആ ഒരു സമയത്താണ്. അപ്പം ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സർ CP ആണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ഈ ഒരു ആക്ടിൽ എന്താണ് പ്രത്യേക ക്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരം തീരുവ അനുസരിച്ചിട്ടുള്ള വോട്ടെടുപ്പ് സ്ഥിരപ്പെടുത്തി. അതായത് ഓൾറെഡി ഇപ്പം അങ്ങനെയാണുള്ളത്, പക്ഷെ അതൊന്നും കൂടി എന്താണ് സ്ഥിരപ്പെടുത്തുകയാണ് ഈ ഒരു ആക്ടിലൂടെ ചെയ്യുന്നത്. അപ്പം ഒരു ആക്ടിൻ്റെ പിൻബലം വരികയാണ് ഈ ഒരു കരമടച്ചിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തുന്ന രീതിക്ക്. അങ്ങനെ പൊക്കൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് സംഘടന രൂപീകരിക്കുകയാണ്. അതായത് ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംഘടന ചോദിക്കുകയാണെങ്കിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. സംയുക്ത രാഷ്ട്രീയ സമിതിയെ 1932 ഡിസംബർ 17 രൂപീകരിക്കുന്നത്.
അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നും അല്ലെങ്കിൽ ഓൾ ട്രാവൻകൂർ പൊളിറ്റിക്കൽ ജോയിന്റ് കോൺഫറൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിയാണ്. തിരുവനന്തപുരം LMC ഹാളിൽ വെച്ചിട്ട് രൂപീകരിച്ച സമിതി കൂടിയാണ് നമ്മുടെ ഈ സംയുക്ത രാഷ്ട്രീയ സമിതി. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയാൻ പറ്റണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കളെയാണ് നോക്കുന്നത്. സി കേശവൻ, CV കുഞ്ഞിരാമൻ, PK കുഞ്ഞ്, NV ജോസഫ്, TM വർഗീസ്, അബ്ദുൾ റഹ്മാൻ സാഹിബ് ഇവരൊക്കെയാണ് പ്രധാന നേതാക്കളായിട്ട് വരുന്നത്. ഒന്നും കൂടി പറയാം. സി കേശവൻ, CV കുഞ്ഞിരാമൻ, PK കുഞ്ഞ്, NV ജോസഫ്, TM വർഗീസ്, അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പം ഇതിൽ നമ്മൾ സി കേശവനെയും NV ജോസഫിനെയും എടുത്താണെങ്കിൽ അവരാണെന്ത് ഈ ഒരു സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പം സി കേശവനും NV ജോസഫ് എന്താണ് സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി എല്ലാവരും പ്രധാന നേതാക്കളാണ് ഈ ഒരു പ്രക്ഷോഭത്തിൽ വരുമ്പോൾ. ഇനി നമ്മൾ ഈ ഒരു സംയുക്ത രാഷ്ട്രീയ സമിതി എന്ത് ആക്ഷനാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് മുമ്പാകെ നിവേദനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നിവേദനത്തെ നമ്മൾ നിവർത്തന മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നു. അപ്പം നിവർത്തന മെമ്മോറിയൽ ആരാണ് കൊടുത്തിട്ടുള്ളത്? സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് കൊടുക്കുന്നത്. ആ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1933 ജാനുവരി 9 ഈ നിവർത്തന മെമ്മോറിയൽ കൊടുക്കുന്നത്. ഈ നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ എന്ന് പറയുന്നത് തോമസ് ഓസ്റ്റിൻ ആണ്. ആ സമയത്തുള്ള ദിവാൻ തോമസ് ഓസ്റ്റിൻ ആണ്. ഈ തോമസ് ഓസ്റ്റിൻ എന്തുകൊണ്ടാണ് നിരാകരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർ CPയുടെ പ്രേരണ പ്രകാരമാണ് ഇവരെന്ത് ചെയ്യുന്നത് ഈ ഒരു ദിവാൻ ഈ മെമ്മോറിയൽ നിരാകരിക്കുന്നത്. പിന്നീട് നമ്മൾ GD നോക്സ് കമ്മിറ്റിയെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. GD നോക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ PSC അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണ സാധ്യതയെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ സാമുദായിക പ്രാതിനിധ്യ ക്രമീകരണത്തിന് വേണ്ടി ജനങ്ങളെ സൗകര്യപ്രദമായ രീതിയിൽ വർഗീകരിക്കുക എന്നൊക്കെ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ്. അതായത് ഈ കമ്മിറ്റി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മിറ്റിയാണ്. അതായത് PSC രൂപീകരിക്കണോ, അതുപോലെ തന്നെ എന്താണ് സാമുദായിക പ്രാതിനിധ്യം ജനങ്ങൾക്ക് കൊടുക്കണോ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കി എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ പഠിക്കുന്നതിനുള്ള കമ്മിറ്റിയാണ് GD നോക്സ് കമ്മിറ്റി. അപ്പം ഇതൊക്കെ പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയായിരുന്നു GD നോക്സ് കമ്മിറ്റി. GD നോക്സ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് 1935 എന്ത് ചെയ്യാണ് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 35 ഇവർ സബ്മിറ്റ് ചെയ്യുന്നത്. ആ ഒരു റിപ്പോർട്ട് പ്രകാരം GD നോക്സ് കമ്മിറ്റി എന്ത് പറയുന്നു? PSC രൂപീകരിക്കണമെന്നും അതുപോലെ തന്നെ ജനസംഖ്യയുടെ 2% എന്താണ് സംഖ്യാബലമുള്ള സമുദായങ്ങൾക്കെല്ലാം സംവരണത്തിൻ്റെ പ്രയോജനം നൽകണം എന്നുമാണ് പറയുന്നത്. അതായത് ആദ്യമായിട്ട് പറയുന്നത് PSC രൂപീകരിക്കണം. അടുത്തതിൽ പറയുന്നത് എന്താണ്? ഈ ജനസംഖ്യയുടെ 2% എന്താണ് ഇത്തരത്തിലുള്ള നമ്മുടെ പിന്നോക്കം നിൽക്കുന്ന ആ ഒരു സമുദായങ്ങൾക്ക് എന്താണ് സംവരണം നൽകണം, അവർക്ക് അത് പ്രയോജനപ്പെടുത്തണം എന്ന് പറയാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അടുത്തത് നമ്മൾ ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് കോഴഞ്ചേരി പ്രസംഗം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞ കോഴഞ്ചേരി പ്രസംഗം. 1935 മെയ് 1 ഈ പ്രസംഗം നടക്കുന്നത്. ഇത് നടത്തുന്നത് ആരാണ്? സി കേശവനാണ്. ഈ ഒരു പ്രസംഗത്തിന് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് ബാരിസ്റ്റർ ജോർജ് ജോസഫാണ്. ഈ ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ റോസാപ്പൂ ദുരൈ എന്ന് എന്ത് പറയുന്നുണ്ട്? തമിഴ്നാട്ടിൽ വിളിക്കുന്നുണ്ട്. അതെന്തിനാണെന്നൊക്കെ നമ്മൾ പിന്നെ എക്സ്ട്രാ ഫാക്റ്റിൽ പറയും. ഈ ഒരു പ്രസംഗത്തിൻ്റെ എഫക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പി കേശവൻ എന്താണ് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് മേൽ പിഴ ചുമത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കോഴഞ്ചേരി പ്രസംഗം വഴി നമ്മുടെ സർ CP രാമസ്വാമി അയ്യറിനെതിരെയൊക്കെ എന്താണ് ഈ നമ്മുടെ സി കേശവൻ ആഞ്ഞ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയും പിഴ ചുമത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് വഴി എന്താണ് ഈ പ്രക്ഷോഭം ശക്തിപ്പെടുകയും അവസാനം ഗവൺമെൻറ്റിന് ലാസ്റ്റ് എന്താണ് ഈ ഒരു പ്രക്ഷോഭത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെൻറ് ലാസ്റ്റ് PSCക്ക് രൂപം നൽകുകയാണ് ചെയ്യുന്നത്. ഇനി PSCയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് PSC വഴി എന്താണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് എന്താണ് ജോലി പ്രൊവൈഡ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ട്രാവൻകൂർ PSC ആണ് ഫോം ചെയ്യുന്നത്. 1936 ഇത് ഫോം ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴഞ്ചേരി പ്രസംഗം കഴിഞ്ഞ് അടുത്ത വർഷം തന്നെ ട്രാവൻകൂർ PSC രൂപീകരിക്കുന്നുണ്ട്. ഈ ട്രാവൻകൂർ PSCയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് GD നോക്സ് ആണ്. പിന്നീട് ഈ ട്രാവൻകൂർ PSC എന്ന് പറയുന്നത് കേരള PSC ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? 1956 നവംബർ 1 നമ്മുടെ കേരളപ്പിറവി അന്ന്. ഈ ഒരു കേരള
PSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് VK വേലായുധനാണ്. ഇത്രയാണ് നമ്മൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കുന്നത്. അടുത്തത് നമ്മൾ ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട് 1936 ഭേദഗതികളാണ് പഠിക്കുന്നത്. അതായത് ഓൾറെഡി ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട് 1936 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് കരമനുസരിച്ച് എന്ത് വേണം, കരമനുസരിച്ച് കൊണ്ട് വോട്ടെടുപ്പ് രീതി സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നല്ലേ അത്. അപ്പം ഈ ഒരു ആക്ടിനെ ഭേദഗതി ചെയ്യാണ്. ഇതിലെ ക്ലോസസുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കരം തീരവിയുടെ പകുതി എന്താണ്, കുറച്ചിട്ട് വോട്ടവകാശം കൂടുതൽ വിപുലാക്കുകയാണ് ചെയ്യുന്നത്. അതായത് പ്രതിവർഷം 1 രൂപ അടച്ചാൽ മതി, അവർക്കൊക്കെ വോട്ടവകാശം കിട്ടും. അപ്പം കൂടുതൽ ആളുകൾക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് വോട്ടവകാശത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് എന്താണ്, തിരുവിതാംകൂറിലുള്ള നിയോജന മണ്ഡലങ്ങൾ എന്താണ് പുനർനിർണയം ചെയ്തിട്ട് ദ്വയാഗ മണ്ഡലങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ദ്വയാഗ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ദ്വയാഗ മണ്ഡലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മണ്ഡലത്തിൽ നിന്ന് എന്താണ് 2 പേരെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥിതിയാണ്. മറ്റെന്തായിരുന്നു, ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരാളെയായിരുന്നു തിരഞ്ഞെടുക്കാൻ പറ്റുക. അത് മാറി 2 പേരെ തിരഞ്ഞെടുക്കുന്ന ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കൂടാതെ നിയമസഭയിലെ നിശ്ചിത ശതമാനം സീറ്റുകൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾക്ക് സംവരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് സംവരണം ചെയ്യപ്പെടുന്നതിലൂടെ നമ്മുടെ നായർ പ്രതിനിധികളുടെ എണ്ണം കുറയുകയുണ്ടായി. കാരണം അവരുടെ സീറ്റായിരിക്കുമല്ലോ നമ്മൾ സംവരണം കൊടുക്കുന്നത്, അവരുടെ സീറ്റ് കുറച്ചിട്ടായിരിക്കുമല്ലോ സംവരണത്തിന് കൊടുക്കുക. ഇനി നമ്മൾ അഡീഷണൽ ഫാക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവിനെ നോക്കുകയാണെങ്കിൽ അത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം നോക്കുകയാണെങ്കിൽ അത് കേരള കേസരിയാണ്. പിന്നെ എന്താണ്, സമ്മതിദായക അവകാശ നിയമം പ്രസിദ്ധീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1936 ഇനി അടുത്തതായിട്ട് നമ്മൾ 1937 തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 1937 ഏപ്രിൽ മെയ്യിൽ അങ്ങനെ ഈ ഒരു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ആ ഒരു എല്ലാം സക്സസ്ഫുള്ളായി നിന്നില്ല. അതായത് എല്ലാവർക്കും വോട്ടവകാശമൊക്കെ കിട്ടി. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ മുസ്ലിം, ഈഴവ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, പ്രാതിനിധ്യം, സീറ്റുകളൊക്കെ കിട്ടുകയുണ്ടായില്ലേ. അപ്പം ഇങ്ങനെ അവസാനമായിട്ട് 1937 ഇതൊക്കെ കഴിഞ്ഞൊരു തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ തിരഞ്ഞെടുപ്പിൽ സംയുക്ത രാഷ്ട്രീയ സമിതിയിലെ സ്ഥാനാർത്ഥികൾ മിക്ക മണ്ഡലത്തിലും ജയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശ്രീമൂലം അസംബ്ലിയിൽ എന്ത് ആവുകയാണ്, ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ TM വർഗീസാണ്. TM വർഗീസിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആരായിരുന്നു, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു നിവർത്തന പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കളിൽ വരുന്ന ഒരാളാണ് TM വർഗീസ്. അപ്പം ഈ TM വർഗീസാണ് ശ്രീമൂലം അസംബ്ലിയിൽ ഉപാധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യാണ്, C കേശവനെ പരസ്യമായിട്ട് സ്വാഗതം ചെയ്തതിനാൽ, അദ്ദേഹം ഈ കോടതിയിലും അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടല്ലോ, അപ്പം അദ്ദേഹം എന്താണ് പരസ്യമായിട്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതിനാൽ അദ്ദേഹത്തിന് എന്താണ് അവിശ്വാസ പ്രമേയത്താൽ പദവിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്യുന്നത് പിന്നീട്. ഇത്രയാണ് നമ്മൾ നിവർത്തന പ്രക്ഷോഭത്തിൽ പഠിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫാക്റ്റുകളാണ് പറയുന്നത്. അതായത് തിരുവിതാംകൂറിലെ ലാസ്റ്റ് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അതായത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു ആ നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. നിവേദനം കൊടുത്തതല്ല, അദ്ദേഹത്തിനായിരുന്നു നമ്മളെ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ലെജിസ്ലേറ്റീവ് റിഫോം ആക്ട് നടപ്പിലാക്കുമ്പോഴുള്ള ഭരണാധികാരിയൊക്കെ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ഇനി നമ്മൾ കൊച്ചിയിലെ അവസാനത്തെ ഭരണാധികാരിയെ പരിചയപ്പെടുകയാണെങ്കിൽ അത് രാമവർമ്മ പരിഷത്ത് തമ്പുരാനാണ്. 1948 മുതൽ 49 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. ഇനി മുതുകുളം പ്രസംഗം എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗമാണെന്ന് ഓർത്തിരിക്കുക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസംഗമാണ് മുതുകുളം പ്രസംഗം. കോഴഞ്ചേരി പ്രസംഗം എന്ന് പറയുന്നത് C കേശവനായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും മുതുകുളം പ്രസംഗം മന്നത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ ബാരിസ്റ്റർ ജോർജ് ജോസഫിനെയാണ് പറയുന്നത്. ബാരിസ്റ്റർ ജോർജ് ജോസഫിനെ നമ്മൾ എവിടെയായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, നമ്മുടെ കോഴഞ്ചേരി പ്രസംഗത്തിലെ അധ്യക്ഷത വഹിച്ചിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നല്ലേ. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഫാക്റ്റ് പറയുകയാണെങ്കിൽ ഈ മധുരയിലെ പെരിങ്കമണലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിലെ ഗോത്ര വിഭാഗമുണ്ട്. അവരാണ് പിരമലൈ കള്ളൽ. അപ്പം അവരെന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ആ പോരാട്ടം അറിയപ്പെടുന്ന പേരായിരുന്നു പെരിങ്കമണലൂർ ദുരന്തം. അപ്പം പെരിങ്കമണലൂർ ദുരന്തം എന്ന് പറയുന്നത് മധുരയിലെ ഈ ഒരു ഗോത്ര വിഭാഗം നടത്തിയിട്ടുള്ള കലാപമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരെ മോചിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു ബാരിസ്റ്റർ ജോർജ് ജോസഫാണ്.
അതുപോലെ തന്നെ ഇദ്ദേഹം യങ് ഇന്ത്യ, ഇൻഡിപെൻഡൻ്റ് എന്നീ പത്രത്തിൻ്റെ പത്രാധിപനായിട്ട് പ്രവർത്തിച്ച മലയാളി കൂടിയാണ്. യങ് ഇന്ത്യ നമ്മുടെ ഗാന്ധിജിയുടെ പത്രവും ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റുവിൻ്റെ പത്രവും കൂടിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ കോഴഞ്ചേരി പ്രസംഗത്തിലെ സി കേശവനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ്, അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ സിംഹളസിംഹൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് സി കേശവനെ പറയാൻ പറ്റും. ഇനി ലാസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് ഒന്നും കൂടി പറയാം. നമ്മളോട് ചോദിക്കുകയാണ്, ഭൂസ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിദായക അവകാശം വിപുലമാക്കാൻ കാരണമായ ലഹള ഏതാണ്? ഒന്നും കൂടി പറയാം. ഭൂസ്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്മതിദാനാവകാശം വിപുലമാക്കാൻ കാരണമായ ലഹള ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഈ ഒരു നിവർത്തന പ്രക്ഷോഭമാണ്. കാരണം ഭൂസ്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ സമ്മതിദാനാവകാശം വിപുലമാക്കുന്നത്, അതായത് 1 രൂപ അടച്ചാൽ മതി എന്നുള്ള കേസിൽ. അപ്പം അത് ആലോചിച്ച് കണക്ട് ചെയ്ത് എഴുതുക. ഇത്രയാണ് നമ്മൾ നിവർത്തന പ്രക്ഷോഭത്തിൽ പഠിക്കുന്നത്.